Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള പുഷ്ടകൃഷ്ണ പ്രഭു പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അതിൽ പ്രഭുപാദ് ഒരു യാത്രയിൽ പോവായിരുന്നു, ഒരു ഫ്ലൈറ്റിൽ പോവായിരുന്നു. പുഷ്ടകൃഷ്ണ പ്രഭുവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഭുപാദ് ഡർബനിൽ നിന്ന് മൗറീഷ്യസിൽ നിന്ന് ഡർബനിലോട്ട് പോവായിരുന്നു പ്രഭുപാദ്. അപ്പം പോകുന്ന വഴിക്ക് ഈ ഓസ്ട്രേലിയയിൽ അവർ ലാൻഡ് ചെയ്തിട്ടാണ് പിന്നെയും പോകുന്നത്. ഓസ്ട്രേലിയയിലെ പെർത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് ലാൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് പെർത്തെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിച്ച് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡർബനിലേക്ക്, സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് അവിടെ വെച്ച് ഓസ്ട്രേലിയയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ളൊരു റഗ്ബി മാച്ച് നടന്നിരുന്നു. റഗ്ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലത്തെ ഫുട്ബോൾ പോലത്തെ ഒരു മാച്ചാണ്. പക്ഷെ അത് നല്ല ഫിസിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാലുകൊണ്ട് പന്ത് തട്ടുന്നതിന് ഒരു കൈ കൊണ്ടാണ് പന്ത് തട്ടുന്നത്. അപ്പോൾ ഒരു നല്ല ഹെവി ബിൽഡായിട്ടുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത്. അപ്പം അങ്ങനെ ആ റഗ്ബി മാച്ച് നടക്കുമായിരുന്നു. അപ്പോൾ പ്രഭുപാദും കൂടെ പുഷ്ടകൃഷ്ണ പ്രഭു ഉണ്ടായിരുന്നു. പുഷ്ടകൃഷ്ണ പ്രഭു അന്ന് കർമ്മി ഡ്രസ്സിലാണ് ഇരുന്നത്, ഒരു ഹാറ്റൊക്കെ വെച്ചിട്ട് പാൻസും ഷർട്ടും ഒക്കെ ഇരുന്നു. പ്രഭുപാദിന്റെ തൊട്ടടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവര് അന്നത്തെ ആ ഫ്ലൈറ്റിൽ 2 സെക്ഷനുണ്ട്, സ്മോക്കിംഗ് സെക്ഷനും നോൺ സ്മോക്കിംഗ് സെക്ഷനും. പുകവലിക്കാൻ പറ്റുന്നവർക്ക്, അങ്ങനെ നിർബന്ധമുള്ളവർക്ക് പുകവലിക്കാനായിട്ടൊരു സെഷനുണ്ട്, പിന്നെ അതല്ലാത്തവർക്കുള്ള ഒരു സെഷൻ ഉണ്ട്. അപ്പം പ്രഭുപാദും പുഷ്ടകൃഷ്ണ പ്രഭുവും ഈ പുകവലിക്കാത്ത ആൾക്കാരുടെ സെഷനിലാണ് ഇരുന്നത്. അപ്പം ഈ റഗ്ബി പ്ലേയേഴ്സ് കുറേ പേര് അതിനകത്തുണ്ടായിരുന്നു. അവരും ആ പുകവലിക്കാത്ത സെഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് അവർ കുറച്ച് മദ്യപിക്കുകയും പുകവലിക്കാനും തുടങ്ങി. അപ്പോൾ പുകവലിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ആ പുക ഇങ്ങനെ വന്നപ്പോഴത്തേന് പുഷ്ടകൃഷ്ണ പ്രഭുവിനും അസ്വസ്ഥതയായി. അദ്ദേഹം ചിന്തിച്ച് പ്രഭുപാദിനും അത് വളരെയധികം അസ്വസ്ഥതയായിരിക്കും എന്നുള്ളത്. അപ്പം സ്റ്റിവേർഡ്സിനോട് പുഷ്ടകൃഷ്ണ പ്രഭു പറഞ്ഞു, നിങ്ങൾ അവരോടൊന്ന് പറയണം, പുക വലിക്കരുത് എന്നുള്ളത് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കേട്ടിട്ട് അവർ പോയി ഇവരോട് പറഞ്ഞു, ഇവിടെ നോൺ സ്മോക്കിംഗ് സ്ഥലമാണ്, നിങ്ങൾക്ക് പുക വലിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ കുറച്ച് മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് ഇവർ സ്റ്റിവേർഡ്സ് പറഞ്ഞത് കേട്ടില്ല. അവർ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടപ്പോഴത്തേന് പുഷ്ടകൃഷ്ണ പ്രഭു ഒന്നും കൂടെ അവരെ വിളിച്ചു. സ്റ്റിവേർഡ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും കൂടെ പറയൂ, അവരോട് പുകവലിക്കരുത് എന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭുപാദ് അങ്ങനെ രണ്ടാമത് ഇദ്ദേഹം ഇങ്ങനെ പറയാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേന് പ്രഭുപാദ് അദ്ദേഹത്തിനെ വിലക്കി, വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം, നമുക്കിതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രഭുപാദ് പറഞ്ഞു, ഡോണ്ട് ബി ലൈക്ക് ആൻ ഓർഡിനറി ഫൂളിഷ് പേഴ്സൺ, ഒരു സാധാരണക്കാരായ ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയെ പോലെ പെരുമാറരുത് എന്നിങ്ങനെ പുഷ്ടകൃഷ്ണ മഹാരാജനോട് പറഞ്ഞു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയുന്ന ഒരിത് പ്രഭുപാദ് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് അദ്ദേഹം പറയുന്നത്, ഫസ്റ്റ് ടൈമിൽ സ്റ്റിവേർഡ്സിനോട് പറഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് വിലക്കിയില്ല പുകവലിക്കരുത് എന്നുള്ളത് പറയാനായിട്ട്. അപ്പൊ പ്രഭുപാദിന്റെ ഉദ്ദേശം എന്താന്ന് അദ്ദേഹം പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ഡിസ്റ്റർബിങ് സിറ്റുവേഷൻ വരുവാണ്, അല്ലെങ്കിൽ ഒരു അനീതി നമ്മുടെ മുമ്പിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് തടയാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മുടെ കഴിവിന് അപ്പുറത്താണ് നടക്കുന്നതെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യുക എന്നാണ് പ്രഭുപാദ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ പ്രീച്ച് ചെയ്യണം ഭാവിയിൽ അങ്ങനെ ഒരു അനീതി നടക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഫസ്റ്റിൽ നമുക്ക് പറ്റുമെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാം, പക്ഷെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഭാവിയിൽ അത് നടക്കാതിരിക്കും. അപ്പൊ ഈ ഒരു സന്ദേശം പ്രഭുപാദിന്റെ അടുത്തുനിന്ന് കിട്ടിയെന്ന് പുഷ്ടകൃഷ്ണ പ്രഭു ആണ് പറയുന്നത്.